ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ഡ്രിങ്ക്സുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പേര് ബനാന മിൽക്ക് എന്ന് കേട്ടോ. പല നാട്ടിലും പല ഐറ്റംസിന് പറയും. നമ്മളോട് ബനാന മിൽക്ക് എന്നാണ് ഇതിന് പറയാറ്. പിന്നെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ 1 കിലോ ചെറുപഴം, പിന്നെ ഒരു തേങ്ങ ആവശ്യമുണ്ട് കേട്ടോ. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചിരകിയ തേങ്ങയിൽ നിന്നും ഫുള്ള് തേങ്ങയുടെ പാലെടുക്കാണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 തേങ്ങ ഇല്ല, ഒരു 1.25 തേങ്ങ എന്ന് പറയാം. നമ്മൾ ഈ ചെറിയ തേങ്ങയുടെ പാലെടുക്കാം കേട്ടോ. കുറച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് പാല് പിഴിഞ്ഞെടുക്കാം കേട്ടോ. പാല് പിഴിഞ്ഞെടുക്കലാണ് ചെറിയൊരു ടാസ്ക്കുള്ള പണി. വളരെ അധികം ടേസ്റ്റുള്ള സംഭവമായിട്ടത്. ഇത് നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ ഒരാളെ 2-3 ഗ്ലാസ്സൊക്കെ ഒരുമിച്ച് കുടിക്കും. അത്രയും ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നത് അധികം നമ്മൾ തേങ്ങയുടെ പാലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ പാൽ എടുക്കാനും വേണ്ടി മാത്രം കുറച്ച് മിക്സിയിൽ അടിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഇതിൽ വെള്ളം തീരെ ചേർക്കുന്നില്ല. ഫുള്ള് തേങ്ങാപ്പാലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഒരു തേങ്ങയുടെ ഫുള്ള് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ മൊത്തം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടി നമ്മളിത് പാൽ എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒന്നും കൂടി പാലെടുത്ത് നോക്കാം. അതിനുശേഷം നമുക്ക് പഴം മൊത്തം പൊടിച്ച് വെച്ചിട്ട് ഇതിൻ്റെ പാത്രത്തിൽ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. അത് 1 കിലോ പഴം നമ്മൾ എടുക്കുന്നത്. നല്ല പഴുത്ത പഴം വേണ്ട, ചെറുപഴം ഏതായാലും കുഴപ്പമില്ല. പൂവൻപഴമോ വെണ്ണീർ പൂവനോ നമ്മളെ സാധാ മൈസൂർ പഴമോ ഏത് പഴം എടുക്കാം കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്തിരിക്കണമെന്ന് മാത്രം. നമ്മൾ പഴം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പണി പഴം ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ്ട്. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പഞ്ചസാരൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിതിങ്ങനെ നല്ലോണം മിക്സ് ആക്കാണ്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 മിനിറ്റിൻ്റെ പണിയുണ്ട്. നിങ്ങൾ നല്ല മിക്സാക്കി എടുക്കണമെങ്കിൽ പഴം പഞ്ചസാരയും കൂടെയാണ് നമ്മൾ മിക്സാക്കുന്നത്. അപ്പോൾ പഴുത്ത പഴയത് നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടും. ഫുള്ള് സെറ്റായിട്ടാണ് ഫുള്ള് മിക്സാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ ചെറുപഴമാണിത്. 1 കിലോ പഴം നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം മിക്സ് ആകും തോറും നമുക്ക് അതിന് ടേസ്റ്റ് കൂടിട്ടാ. പഴം നല്ലോണം മിക്സ് ആകും തോറും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പാൽ ഒഴിക്കണം കേട്ടോ. തേങ്ങയുടെ പാലാണ് ഒഴിക്കാനുള്ളത്. ആ പാല് നമ്മൾ എടുത്ത പാല് ഫ്രീസറിൽ വെക്കണം നല്ല കേട്ടോ, തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. ഈ പാലും പഴം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നമുക്ക് അതിൻ്റെ ഇടയിൽ ഷുഗർ കുറവുണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് ഷുഗർ വേണമെങ്കിൽ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവർ കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കേണ്ട. ഇതിൽ കുറച്ചും കൂടി പഞ്ചസാര ഇടുന്നുണ്ട്, മധുരം കുറവായതുകൊണ്ട്. പഞ്ചസാര ഇടുന്ന അളവിന് നോക്കിക്കൊണ്ടിട്ടാ. പഞ്ചസാര കൂടുതൽ ഇടണമെന്നില്ല. ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുത്താൽ മതി കേട്ടോ. നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇതിൽ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ഇട്ടെടുത്ത് പഞ്ചസാര ഇട്ടെടുത്ത് ഇനി നല്ലോണം നമുക്കിത് ഇളക്കണം കേട്ടോ. മിക്സിങ് നല്ലോണം ചെയ്യണം. കൈയായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നല്ലോണം മിക്സ് ചെയ്യുക. തേങ്ങാപ്പാലും ആ പഴം കൂടി മിക്സ് ചെയ്ത് പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ചെറിയ ഉള്ളി ഒരു 3 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചെറിയ ഉള്ളി ഇട്ടെടുത്തതിന് ശേഷം മിക്സഡ് ആക്കിയിട്ടാ. ഇത് പഞ്ചസാര പറ്റാത്തവർക്ക് ശർക്കരയിലും ഉണ്ടാക്കാം കേട്ടോ. പഞ്ചസാരന് ബദലായിട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുത്താലും മതി. അധികം ആൾക്കാരും ശർക്കര എല്ലാം ഉപയോഗിക്കൽ. പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം. ബനാന മിൽക്ക് റെഡി ഉണ്ട് കേട്ടോ. ഞാനിത് 3 ഗ്ലാസ് കുടിക്കും കേട്ടോ. ശരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ അളവ് 3 ഗ്ലാസ്സാണ്. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും കുടിക്കും. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് നല്ല തണുപ്പിച്ച് കുടിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും.